വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇവരെ കൊണ്ട് ഇന്ന് വേറൊരു ചാലഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചു. ചാലഞ്ച് ഭയങ്കര സിമ്പിളാണ്. ഞാനൊരു BGM കേൾപ്പിക്കും. അത് BGM ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സോങ്ങിൻ്റെ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ട്യൂണായിരിക്കാം. ഏതാണെന്ന് കേട്ടിട്ട് നിങ്ങൾ ആരാണോ ആദ്യം പറയുന്നത്, ഇപ്രാവശ്യം നിങ്ങൾ കൈപൊക്കിയൊന്നും വേണ്ട, അത് ഫ്ലോപ്പ് ആയത് കാരണം ആരാണോ അറിയാവുന്നത് അവർ വിളിച്ച് പറയുക. പിന്നെ ഇവരുടെ ലെവൽ അനുസരിച്ച് ഇവർക്കൊന്നും അറിയത്തില്ലെന്ന് പറഞ്ഞത് കൊണ്ടിട്ടും ഞാൻ ലോ ലെവൽ പിടിച്ച് വളരെ 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 കോമൺ ആയിട്ടുള്ളതാണ് ഇട്ടത്. അതുപോലും അറിയത്തില്ലെങ്കിൽ ഐ കാൺ ഹെൽപ്പ്. ഓക്കെ, പിന്നെ നമുക്ക് ഒരു ഗിഫ്റ്റ് ഉണ്ട്. ആരാണോ ജയിക്കുന്നത് അവർക്ക് നമ്മളൊരു പെർഫ്യൂം കൊടുക്കുന്നതായിരിക്കും. ഹാപ്പി ഹാപ്പി ഓക്കെ ഓക്കെ. അപ്പം പാട്ട് ആരാണോ അറിയാവുന്നത് വിളിച്ച് പറയാം. ഓക്കെ, മാർക്ക് ഞാനിവിടെ എഴുതിക്കോളാം. ഫസ്റ്റ് സോങ് ശ്രദ്ധിച്ചിരിക്കുക. അല്ല, സിനിമയുടെ പേരാ പറയുന്നത്. മോഹൻലാലിന്റെ സിനിമയാണ് മൈനസ് മാർക്ക് വേണോ? മറ്റേ ടയർ ഉരുണ്ട് പോകുന്ന സിനിമയില് പറങ്ങോട്ട്. ചന്ദ്രലേഖ അല്ല, പോടോ, അതിലും മുന്നേ ഉള്ള പഴയ സിനിമ അറിയത്തില്ല. കുട്ടിക്ക് മലയാളം അറിയാം. ആ സിനിമ അല്ലേ? അതല്ല, സത്യം പറഞ്ഞാൽ ഇത് ഏത് സിനിമ എനിക്ക് പിന്നെ എന്താ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അടുത്ത പാട്ടില്ല. ഇതിന് ആൻസർ പറ. എടാ എനിക്ക് അറിയത്തില്ല, ഞാൻ മറന്നു. എഴുതി വെച്ചേക്കുന്ന നാഭം ഉണ്ടാത്ത മണ്ടി ചിരിയെങ്കിലും ബുദ്ധി. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഇത് ഞാൻ കട്ടിന്ന് കളയട്ടെ വരും. ഓക്കെ, അപ്പൊ അടുത്ത പാട്ട് കേൾക്കുക. അത് കഴിഞ്ഞിട്ട് ഏതാണ് BGM എന്ന് പറയാം. ഓക്കെ, അപ്പൊ മാർക്ക് വരട്ടെ. ഓ, സ്കോർ ബോർഡ് തടഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ. ദൃശ്യം. എന്ത് കണ്ടുപഠിക്കൂ കുട്ടീരെ. പുതിയ സിനിമ. അടുത്തത് സേതുരാമയ്യർ, അതിന്റെ ആക്ടറിന്റെ ഓക്കെ ഓക്കെ. ജോയലിന് മാർക്ക് ആക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് കൈത്തത്തി മൈനസ് മാർക്ക് വേണം. തമിഴ് പാട്ടാ. ഇതെല്ലാം മലയാളം പാട്ട് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ ഒന്നുകൂടി കേൾപ്പിക്കാം. വിക്രമാണ്. വേണമെങ്കിൽ ഒരു ക്ലോത്ത് ഞാൻ തരാം. ദുൽഖറിന്റെ മൂവിയാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. -1 -1. ഇത് CIA പാട്ടാണ്. ഓ ഗൈസ്, ഇത് ആവേശത്തിലെ പാട്ടാണ്, പക്ഷെ CIA എന്ന് പറഞ്ഞാൽ ഇവിടെ പറ്റിച്ചു. ഓ, അതിനകത്ത് വേറൊരു ടൂൺ എനിക്കറിയാം. ഓക്കെ, നെക്സ്റ്റ് വൺ. മാർക്കോ. ഓക്കെ, നെക്സ്റ്റ് വൺ. പക്ഷെ ആരാദ്യം പറഞ്ഞത്? ഓക്കെ ഓക്കെ ഓക്കെ, രണ്ടുപേർക്ക് മാർക്ക് കൊടുക്കാം. കിങ് ഓഫ് കൊത്ത എന്ന് പറയുന്നതിന് ഇപ്പൊ ഇവര് പറഞ്ഞു എന്തായാലും. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇത് ജോയിന് പറയത്തിൽ ഉറപ്പാ. ഓക്കെ, നെക്സ്റ്റ് വൺ. എനിക്കറിയാം. Come on guys, മോശം. ദിലീപിന്റെ നീശ്മകൾ. എന്താണോ പെട്ടെന്ന് ഗൈസ്? ടൈ ആണ്, ടൈ. രണ്ടുപേർക്കും 4-4. നെക്സ്റ്റ് സോങ്. കമ്മീഷണർ ട്രൂത്ത്. കമ്മീഷണർ പിന്നെ കമ്മീഷണർ. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലോ തരാം.
എനിക്കറിയാം. ജോൺ ഹോനായ്. ആ നമ്മുടെ ഇത് ഇവരുടെ 4 പേര് അക്കരെ, അക്കരെ, അക്കരെ. അതല്ല 4 പേരുടെ മറ്റേ സിനിമ. ഏത്? ഓ man. ആ, ഓ മറ്റേ വിനാരിയായിരുന്നു. ഓക്കെ, ഞാൻ 2 പേർക്കും മാർക്ക്. ഞാനത് ക്ലൂ കൊടുത്തതുകൊണ്ടാണ് രണ്ടുപേർക്കും പറ്റൂല. ചേച്ചി പേര് പറഞ്ഞില്ല. ഞാൻ ക്ലൂ പറഞ്ഞതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലല്ല, എനിക്ക് പെട്ടെന്ന് ഓർമ്മ. ഓക്കെ, അപ്പം ജോയലിന് 5 മാർക്ക്. ജോയലിന് 5. ആ, 1 മാർക്ക് കൊടുത്തേക്ക്. നീ ചേച്ചിയല്ല അത്രയും ക്ലൂസ് പറഞ്ഞു. ഞാൻ ക്ലൂ പറഞ്ഞോണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വൺ. ആ, നീലാകാശം പച്ചക്കടൽ തോന്നുന്നു. -1. അയ്യോ, എനിക്ക് അറിയായിരുന്നത്. ഇത് പറവ. ഓർത്തിട്ടും കാര്യമില്ല, കിട്ടത്തില്ലല്ലോ അല്ലേ? ഇല്ല ഇല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. CIA. ഇതാണ് CIA. അപ്പൊ നേരത്തെ നേരത്തെ CIA അല്ല. അപ്പൊ ആ മാർക്ക് എനിക്ക് +2 തരണം. ഇതാ CIA. ഞാൻ നേരത്തെ പറഞ്ഞു CIAയുടെ ട്യൂൺ ഇതല്ല. എന്റെ ബുദ്ധി ആയതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല. ഞങ്ങക്ക് രണ്ടുപേർക്കും ഈ പോയിട്ടുണ്ട്. ആ, ഇത് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞത് ശരിയായിരുന്നു. ഇല്ല. അത് നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. കത്തിന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അത് കത്തിന്നു അങ്ങനെയൊക്കെ സിനിമയുണ്ടോ? ഉണ്ട്. സിനിമ വിജയ് അല്ലല്ല, ഞാൻ മലയാള സിനിമ മാത്രമേ എടുത്തു. ഞാൻ നമുക്ക് റീവാലുവേഷൻ ഓക്കെ, തേർഡ് അമ്പയർ. ഓക്കെ, നെക്സ്റ്റ് സോങ്. എനിക്കറിയാം. ഇത് മലയാള സിനിമയല്ലേ? മമ്മൂട്ടിയുടെ അല്ലേ? മറ്റേ എന്തോ ഇതുവരെ എല്ലാം ശരിയാ. ഡിറ്റക്റ്റീവ് പോലീസുകാരനായിട്ടുള്ളത്. അനിയനെ സേവ് ചെയ്യുന്നതാണ്. പേര് മറന്നു. അനിയനെ സേവ് ചെയ്യുന്ന സാധനം. ഓ, ഇതാ പറയാ 18-ാം പടി. അയ്യേ, അതല്ല. പോലീസാ. Come on guys. Okay, അബ്രഹാമിന്റെ സമ്മതം. മാർക്കില്ലേ ആർക്ക്? ഇപ്പോഴത്തെ ഉള്ള സ്കോർ ബോർഡ് ഗീ ചേച്ചിക്ക് 5 മാർക്സും ജോയലിന് 7. Push, you can do it. ഇത് എനിക്കറിയാം. പൃഥ്വിരാജിന് ഒരു പടവാ. ബ്രോഡ് ഐഡി. ഓക്കെ, അടുത്തത് നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? മാർക്കിട്ട് ഇത് കൊറേ എന്റെ മാർക്ക് ഇടുന്നില്ലെന്ന് തോന്നുന്നു. ജോജോ പറഞ്ഞത്. ഏത് ചോദിച്ചു? ഓക്കെ, ഇത് സ്കിപ്പ് അടിക്കാം, ഞാൻ മറന്നുപോയി. ഏത് പാട്ട്? നെക്സ്റ്റ് സോങ്. 10 ഇനി 10 ഉള്ളു ബാക്കി. ഓക്കെ, മറ്റേ പ്രീസ്റ്റ് ആണ്. അല്ലല്ലോ, മറ്റേത് ഫോറൻസിക്. മറ്റേ പ്രാവശ്യം കിട്ടി. എനിക്ക് സിനിമ ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്നത് പേര് വരുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ. ഇതെനിക്കറിയാം. പഴയതാണ്, എനിക്ക് എന്തായാലും അറിയത്തില്ല. പഴയതൊന്നും അല്ല, ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ലൈക്ക് ഒരു 5 ഇയേഴ്സിനുള്ളിലുള്ള മൂവി. 5 years ഒരു ഇപ്പൊ ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു യൂത്ത് സ്റ്റാർ ആണ്. യൂത്ത് എന്ന് വെച്ചാൽ പൃഥ്വിരാജ്, ടോവിനോ ആ യൂത്ത് അല്ല, അല്ലാതെ ഈ നസ്ലിൻ, മറ്റേ ചെറുക്കൻ അങ്ങനെയൊക്കെ ഉള്ളവരില്ലേ. മാത്യു തണ്ണീർമത്തനാണോ? കറക്റ്റ് പറ. തണ്ണീർമത്തൻ ഇത്ര ഇത് കൂടുതൽ ഇനി എന്താ പറഞ്ഞു കൊടുക്കണ്ട. ഇത് എനിക്കും പറയാം. നീ പറഞ്ഞില്ലല്ലോ. വീണ്ടും എല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് വലിയ പോയി. അല്ല, ആരും പറയാതിരിക്കുമ്പോഴല്ലേ ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്തത്.
കൂടെ കൂടെ കൂടെയാണ്. കൂടെയല്ല, നേരം അല്ല, മറ്റേ ആ തട്ടത്തിൽ മറയത്ത്. ഇത് കൂടെയാ. സ്വർഗരാജ്യം. ഇത് കൂടെയാ. ജേക്കബിന് സ്വർഗരാജ്യം. ഞാൻ പറയട്ടെ, നിങ്ങൾ തോറ്റാ, നിങ്ങൾ ഇന്ന് മൈനസ് ഓരോന്ന് വെച്ച് കുറയ്ക്കട്ടെ. ഹെലൻ എന്ന് പറഞ്ഞ മൂവിയാണ്. അറിയോ? കൂടെ ജേക്കബിന്റെ സ്വർഗരാജ്യം തട്ടത്തെ മറയത്ത് കണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ വെച്ചതുകൊണ്ട് ഇങ്ങനെ വല്ല വല്ല പാടായിട്ട് വെച്ചായിരുന്നേലോ. മറ്റേ അല്ല, അടുത്തത് അഞ്ചാം പാതിര. ഭാഗ്യം മറ്റേത് വന്നില്ല. ഇപ്പം ജോയലിന്റെ സ്കോർ 8 ആണ്, ചേച്ചിയുടെ സ്കോർ 7 ആണ്. ഓക്കെ, 9 and 8. എന്ത് കഷ്ടമാണ് ഇവരല്ലേ. ഈ പാട്ട് കേട്ടോ ഇപ്പം? കേട്ടോ. അപ്പൊ നെക്സ്റ്റ് രോമാഞ്ചം. കയ്യിലൊരു വാച്ച് വല്ലതും ഉണ്ടോ? കുറച്ചു നേരം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്തിട്ട്. അല്ലല്ല, 10 മാർക്ക്. പെർഫ്യൂം പോയി. ഇനി 5 കൂടി ഉള്ളു. ടൈറ്റ് ആണ്, പിടിച്ചോണം. ഫസ്റ്റ് ഞാനാ പറഞ്ഞത്, അത് കേട്ടിട്ട് പറഞ്ഞതാ. നല്ല കോൺഫിഡൻസ്. ഓക്കെ, നെക്സ്റ്റ് വൺ. എന്ത് പറയാ, എനിക്ക് മറ്റേത് പറ. മറ്റേത് എന്റെ പേര് എനിക്ക് അറിയാം. ചേരാതുകളൊക്കെ ഉള്ള കുമ്പളങ്ങിനെ. ശരിയാ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും. എനിക്ക് കിട്ടുന്നില്ലായിരുന്നു, അറിയായിരുന്നു, പക്ഷെ പെട്ടെന്ന്. ഇനി തേർഡ് വൺ, ലാസ്റ്റ്. ചേച്ചി ആദ്യം പറഞ്ഞത്. ഇത് കയ്യാ. അല്ലല്ല, ഞാൻ ആദ്യം തേർഡ് അമ്പയറിനെ വിടണോ? അത് വിടണം, അത് വിടണം. ഇനി 2 പാട്ടേ ഉള്ളു. ഒന്ന് ജോയലിന് ജയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യാം. ചേച്ചി ജയിക്കുന്ന ഓപ്ഷൻ ഇല്ല. ആദ്യത്തെ ഇത് ടൈ ആണെങ്കിലോ, ഇത് നമ്മൾ ഒരുമിച്ച പറയണെങ്കിൽ ഇത് എനിക്ക് മാർക്ക്. നമ്മള് ഉറപ്പായിട്ടും വീഡിയോ റിവ്യൂ ചെയ്തിട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. പട്ടാഭിഷേകം. അല്ല, പടകാളി പട്ടാഭിഷേകമല്ല, പാട്ടിന്റെ പേരല്ലേ പട്ടാഭിഷേകം? അല്ല, ആണ്. പടകാളി അതിനകത്ത് പട്ടാഭിഷേകം എന്നൊരു പറയാം. ആണ്. ഇനി ആ ഒരു പാട്ടുകൊണ്ട് ഇതിനകത്ത് എനിക്ക് പോയിന്റ് ഇട്ടാണ്ട് പാട്ട്. ലാസ്റ്റ് വൺ. ഓക്കെ, മറ്റേ തീവണ്ടി. ആദ്യത്തെ പറ. എന്ത്? എന്നോട് പറ. എന്നോട് പറ ഐ ലവ് യു. നീ അവന് മാർക്ക് ഇട്ടു. അത് അവനും പറഞ്ഞില്ല, ഞാൻ തന്നെ സ്വന്തമായിട്ട് ഞാൻ പറഞ്ഞത് കത്തി കത്തി കത്തി. എനിക്ക് തോന്നുന്നില്ല. എന്നാണ് ഇവിടെ എന്നെ ചൂഷണം ചെയ്യുന്നു. അപ്പൊ നമ്മള് ഈ ഗെയിമില് ജയിച്ചിരിക്കുന്നത് ജോയലാണ്. 1 റണ്ണിന്. സോ ചേച്ചി തന്നെ വിഷമത്തോടെ. ഞാൻ നേരത്തെ കണ്ടിരുന്നു. അപ്പൊ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. വെറുതെ ഇനി അടുത്ത ചാലഞ്ച് ഇതായിരുന്നു പാട്ട്. ഇതുമല്ല. അല്ല, താഴോട്ടോ. അല്ല, താൻ ആദ്യം പറഞ്ഞോ, തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞത്. ഇതാണോ? ഇത് CA. ഇതല്ല, ഇതാ CA എന്ന് പറഞ്ഞത്. ഇത് ശരിക്കും CA ആണോ? അല്ല. അപ്പൊ ഇതേതാ? ഇതേതാന്ന് എനിക്ക് അറിയത്തില്ല. കുറുപ്പ് എന്ന് പറഞ്ഞ മൂവിയാണോ? ആണോ?
എന്നാ ചേച്ചി ഇപ്പൊ ഇങ്ങനെ കുറുമ്പ്. അതെ, ആ, കേട്ടോ? പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ മാർക്ക് ആർക്കും ഇല്ല.